നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കറുത്തിരുളുന്ന സാഹചര്യത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ചൈനയുടെ പുതിയ നയതന്ത്ര നീക്കങ്ങൾ പുറത്തു വരുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ പുതിയ സൈനിക ആക്രമണങ്ങൾ മേഖലയെ ഒരു രണ്ടാം യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ നിർണായക ഘട്ടത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നടത്തിയ ചർച്ചകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയും പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ചൈന അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുകൾ നൽകുന്നത് മേഖലയിൽ പുതിയൊരു ചേരിതിരിവിന് വഴിതെളിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക നീക്കങ്ങൾ ലോകത്തെ കാട്ടുനീതിയിലേക്ക് നയിക്കുമെന്നാണ് ചൈന ആരോപിക്കുന്നത്. ഇതോടെ കേവലം പ്രാദേശികമായ ഒരു തർക്കം എന്ന നിലയിൽ നിന്നും പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചൈന ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കുചേരുമോ എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ചൈന ഒരു നേരിട്ടുള്ള സൈനിക ഇടപെടലിന് മുതിരാൻ സാധ്യത കുറവാണെങ്കിലും ചില ഘടകങ്ങൾ ഇതിനെ മാറ്റിമറിച്ചേക്കാം. ചൈനയുടെ ഊർജ ആവശ്യകതയുടെ വലിയൊരു ഭാഗം ഇറാൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഇറാന്റെ സമ്പൂർണ്ണ തകർച്ച ചൈനയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. യുദ്ധം ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും ബാധിക്കുകയും ഇറാന്റെ നിലനിൽപ്പ് അപകടത്തിലാവുകയും ചെയ്താൽ ഇറാനെ സൈനികമായും സാങ്കേതികമായും സഹായിക്കുവാൻ ചൈന നിർബന്ധിതരായേക്കാം. റഷ്യയുമായി ചേർന്ന് ചൈന ഒരു പുതിയ പ്രതിരോധ സഖ്യം രൂപീകരിച്ച് ഇസ്രായേലിന് അമേരിക്കൻ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കൂടാതെ ഇറാനിൽ വൻതോതിൽ ചൈനീസ് പൗരന്മാരും നിക്ഷേപങ്ങളും നിലവിലുണ്ട്. ഇവരുടെ സുരക്ഷ അപകടത്തിലായാൽ അത് ചൈനയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കും. നേരിട്ട് സൈനികരെ അയക്കുന്നതിന് പകരം ആധുനിക ഡ്രോണുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവ നൽകി ഇറാനെ സഹായിക്കുന്ന ഒരു പ്രോക്സി യുദ്ധരീതി ചൈന സ്വീകരിച്ചേക്കാം. ചൈന നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നതിനാൽ നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെയും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും അമേരിക്ക തടയാനാകും ബീജിംഗ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. എങ്കിലും ഇസ്രയേൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്കോ ഭരണകൂടത്തിനോ നേരെ നേരിട്ടുള്ള ആക്രമണം നടത്തിയാൽ ചൈനയുടെ നിലപാട് കൂടുതൽ കർക്കശമാകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകക്രമത്തിൽ ആര് ആധിപത്യം സ്ഥാപിക്കണം എന്നതിനെ ചൊല്ലിയുള്ളതാണ്. ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് തടയിടാനാണ്. വരും ദിവസങ്ങളിൽ ചൈന സ്വീകരിക്കുന്ന നയതന്ത്രപരമായ കരുനീക്കങ്ങൾ യുദ്ധം വ്യാപിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. വെബ് ഡെസ്ക് തത്തുമൈ TV.